എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ, അവയെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങുവാണ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, എങ്ങനെയാണ് അന്ന് നേരിട്ട പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കേസ് എക്സാമിൻ്റെ സിലബസിൽ നമ്മൾക്ക് അതിൽ നാലാമത്തേതിൽ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു ക്ലാസ് വരുന്നതാണ്. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ എന്ന് കാണാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത്. അപ്പോൾ രണ്ട് പരീക്ഷകൾക്കും പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ രണ്ട് പരീക്ഷയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ആഗസ്റ്റ് 15. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുവരെ നമ്മുടെ റെഡ് ഫോർട്ടിലാണ് വൈസ്രോയിയുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ബ്രിട്ടീഷ് പതാകയായിരുന്നു ആ ഒരു റെഡ് ഫോർട്ടിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആ ബ്രിട്ടീഷ് യൂണിയൻ ജാക്കിനെ ഇറക്കിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാകയെ നമ്മളവിടെ ആദ്യമായിട്ട് പാറിച്ചു. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ അത്ര നല്ലൊരു അവസ്ഥയിലായിരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ മറ്റൊരു രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മുസ്ലിം മതവിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഇവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ ആ ഒരു വരവ് അത്ര വിജയകരമായില്ല. പിന്നീട് നമ്മൾ രാജ്യത്തെ പാർട്ടീഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കോട്ട് പോവുകയാണ്. എവിടെ നിന്നാണ് നമ്മൾ ഈ പ്രശ്നം തുടങ്ങുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ. നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പ് ഞാൻ മുൻപ് ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ മഞ്ഞ നിറത്തിൽ കാണുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അതിൽ ചുവന്ന അക്ഷരത്തിൽ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. അപ്പോൾ ഇവയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ പച്ച നിറത്തിലുള്ള ഭാഗം, അതായത് ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും, ഈ രണ്ട് പ്രദേശങ്ങളുമാണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന രീതിയിൽ പാകിസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പാകിസ്ഥാൻ അത് ഇന്നുള്ള പാകിസ്ഥാനിലാണ്, അതായത് പടിഞ്ഞാറ് വശത്താണുള്ളത്. മറ്റൊരു പാകിസ്ഥാൻ, അതിനെ കിഴക്കേ പാകിസ്ഥാൻ എന്ന് വിളിക്കും, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, അത് വേറൊരു സ്ഥലത്താണ്. അതായത് രണ്ട് സ്ഥലത്തായിട്ടാണ് ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്തുക്കണം. അപ്പോൾ അതിനൊരിക്കലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്ന് ഓർത്തുക്കണം. അപ്പോൾ അത് പിന്നീട് രണ്ട് രാജ്യങ്ങളായി മാറി. അങ്ങനെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി മാറിയത്. അപ്പൊ നടുവിൽ നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്തുള്ള അവസ്ഥ. തൊട്ട് വലതുവശത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചു. അപ്പൊ ജനങ്ങൾ രണ്ട് സ്ഥലത്തും ഉണ്ട്. അതായത് ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പാകിസ്ഥാനിലുമുണ്ട്, പാകിസ്ഥാനിൽ താമസിക്കണമെന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിലുമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ആ ട്രെയിൻ യാത്രയുടെ അവസ്ഥയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് ആൾക്കാർ തിക്കി നിരങ്ങിയിട്ടാണ് ട്രെയിനുകളിൽ പോയിരുന്നത്. ഇതുകൂടാതെ കലാപങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമ്മളെടുത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കാം കമ്മ്യൂണൽ റൈറ്റ്സ്. അതായത് മതത്തിന്റെ പേരിൽ നടന്ന കലാപങ്ങളാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കലാപത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഒരു ഭാഗത്ത് അവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജിന്നയുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആവശ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നെന്നും, പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചെങ്കിലും, പക്ഷേ ഈ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സെപ്പറേറ്റ് ഹോംലാൻഡ്, അതായത് മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് രാജ്യം വേണമെന്ന ആവശ്യത്തിൽ അത് തട്ടിത്തടഞ്ഞു നിന്നുപോയതായിട്ടും അറിയാം. അപ്പോൾ ഇന്ത്യക്ക് ഒരു സിംഗിൾ യൂണിയനായിട്ട്, അല്ലെങ്കിൽ ഒരു ഒറ്റ രാജ്യമായിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ക്യാബിനറ്റ് മിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് മിഷൻ ഫെയിലിയർ ആയ ഉടനെ തന്നെ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു, നമ്മൾക്ക് പ്രത്യേകം ഒരു രാജ്യം വേണമെന്ന് ആവശ്യത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ ഫെയിലിയർ വന്നതോടെ മുസ്ലിം ലീഗ് ഒരു
പ്രത്യേക ദിനമായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു, അവരുടെ പ്രതിഷേധം. അതിനെയാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് വിളിക്കുന്നത് ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചതാണ്. അത് 1946 ആഗസ്റ്റ് 16 ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഡേറ്റ് എങ്ങനെ ഓർത്തു വെക്കുക? 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരു വർഷം മുന്നേ ഒരു ദിവസം കഴിഞ്ഞിട്ട്, അതായത് കൃത്യം ഒരു വർഷം ബാക്ക് എടുത്തു കഴിഞ്ഞാൽ 15 ആഗസ്റ്റ് 1946 വരും. ഒരു ദിവസം കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ. അപ്പൊ ഡയറക്റ്റ് ആക്ഷൻ ഡേ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന്റെ അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിന്റെ ദിവസം എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുക. ഡയറക്റ്റ് എന്നുള്ളത് പ്രത്യക്ഷം, ആക്ഷൻ എന്നുള്ളത് പ്രതിഷേധം അല്ലെങ്കിൽ ഒക്കെ പറയാം, ഡേ ദിവസം. അപ്പോൾ എന്തായിരുന്നു ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ മുസ്ലിം ലീഗ് കൊണ്ടുവരാനുള്ള കാരണം? അവർക്ക് സെപ്പറേറ്റ് രാജ്യം വേണമെന്നുള്ള ആവശ്യം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസം എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ വലിയൊരു ബന്ദും ഹർത്താലും ഒക്കെയാണ്. അപ്പൊ ഹർത്താൽ നമുക്കറിയാം, ഇന്ന് കാണുന്ന ഹർത്താലുകൾ പോലെയൊന്നും ആയിരുന്നില്ല. ആ ഒരു സമയത്ത് ഹർത്താലുകൾ കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുക, അതിന് സമ്മതിക്കാത്തവരെ നിർബന്ധിച്ച് തല്ലുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളായി. അപ്പോൾ ഒരു ഭാഗത്ത് ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെ തളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹർത്താൽ വിജയിപ്പിക്കാനുള്ള ശ്രമത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗ് പ്രത്യേക രാജ്യം എന്ന് പറഞ്ഞ ആവശ്യത്തിന് കൊണ്ടുവന്ന ഈ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ ആക്ച്വലി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു അടിപിടിയായിട്ട്, ഒരു കലാപമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ബംഗാളിൽ കൽക്കത്തയിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വലിയൊരു കലാപം എന്ന് പറഞ്ഞാൽ പരസ്പരം ആൾക്കാർ കൊല്ലാൻ വേണ്ടി തുടങ്ങി. അതായത് മുസ്ലിംസ് ഹിന്ദുവിനെയും ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും കൊല്ലാൻ വേണ്ടി തുടങ്ങി. പരസ്പരം ഒരാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പറയും. ഒറ്റ ദിവസം തന്നെ 4000-ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത്. അതായത് അവർ പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ആ കലാപത്തിന്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് അവസ്ഥ? ബ്രിട്ടീഷുകാർ അവർ പോയി, നമ്മൾ ഇന്ത്യക്കാരുടെ കയ്യിലാണ് ഇവിടെ ഇപ്പൊ കിടക്കുന്നത്. അതായത് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ ഒരു ഇന്ററിം ഗവൺമെന്റിലെ മന്ത്രിമാരും ആകെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്ററിം ഗവൺമെന്റിലെ മന്ത്രിമാരൊക്കെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഗാന്ധിജി ഒരു പീസ് മിഷനുമായിട്ട് നേരെ ബംഗാളിലേക്ക് പോയി. അതായത് ബംഗാളിലെ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഗാന്ധിജി പോയത്. അപ്പോൾ ഗാന്ധിജി അവിടെ ഏകദേശം നവംബർ മാസത്തോടെ എത്തുകയും അവിടെ 1946 നവംബർ മാസത്തോടെ എത്തുകയും അവിടെ കലാപത്തിൽ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കണം, 1946 ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഗാന്ധിജി ബംഗാളിലെ നവഖാലിയിലായിരുന്നു. അപ്പൊ ഈ ഒരു നവഖാലി ഇന്ന് ബംഗ്ലാദേശിലാണെന്നുകൂടി ഓർത്തു വെക്കണം. കാരണം ബംഗാൾ വിഭജിച്ച സമയത്ത് വന്നു. അപ്പൊ ഈ ഒരു സമയത്ത് വിഭജനമില്ല, അതുകൂടി ഓർത്തു വെക്കണം. അതായത് ക്യാബിനറ്റ് മിഷന്റെ ഫെയിലിയർ അത്ര. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേയുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ ഇന്ത്യയിൽ കലാപം തുടങ്ങി. കാരണം ഇന്ത്യ വിഭജിക്കുമെന്നുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലേക്കും വന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു കലാപത്തിൽ മുന്നോട്ട് പോയെന്ന് നോക്കാം. അപ്പൊ പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? മൗണ്ട് ബാറ്റൺ പ്ലാൻ വന്നു. മൗണ്ട് ബാറ്റൺ പ്ലാനിനോട് ആദ്യം ഗാന്ധിജി അംഗീകരിച്ചില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വിസമ്മതമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൈഡിൽ കലാപം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഒരു വഴിയുമില്ല എന്ന് മനസ്സിലായതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും ഒക്കെ സമ്മതിക്കാനുണ്ട്. എന്നാലും ഗാന്ധിജി പ്രതിഷേധത്തോടെയാണ് സമ്മതിച്ചതെന്ന് ഓർക്കണം. അദ്ദേഹം ഇന്ത്യയെ വിഭജിക്കുന്നതിനോട് ശക്തമായ എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിനുശേഷം 2 രാജ്യങ്ങൾ ഉയർന്നു വന്നു. ഒന്ന് യൂണിയൻ ഓഫ് ഇന്ത്യയും ആൻഡ് ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാനും. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പ്രത്യേക മതത്തെ നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലായിരുന്നു എന്ന്. എന്നാൽ പാകിസ്ഥാനത്തെ അവരൊരു പ്രത്യേക മതത്തിന്റെ പേരിലാണ് രൂപം കൊള്ളുന്നത്. കാരണം മുസ്ലിങ്ങൾക്കുള്ള ഒരു രാജ്യം എന്നുള്ളത്. അപ്പൊ അവർ മുസ്ലിം മതം എന്ന് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഇന്ത്യയെ വിഭജിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് പാകിസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മുസ്ലിംസ് അല്ല, മറിച്ച് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മുസ്ലിംസ് അല്ല. അതായത് ഇന്ത്യയിൽ ഏകദേശം 42 ദശലക്ഷം, അതായത് 42 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ, ദശലക്ഷം എന്ന് പറഞ്ഞാൽ മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ ഏകദേശം 4.2 കോടി മുസ്ലിംസ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതുപോലെ 20 ദശലക്ഷം അല്ലെങ്കിൽ 2 കോടി നോൺ മുസ്ലിംസ്,
മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ, ഹിന്ദുസ്, സിന്ധീസ് അല്ലെങ്കിൽ സിഖ്സ്, ഇവരൊക്കെ പാകിസ്ഥാനിലുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇന്ത്യയെ വിഭജിക്കുന്ന സമയത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രീതി, എന്നാൽ തിരിച്ച് പാകിസ്ഥാൻ ആവട്ടെ അവരൊരു പ്രത്യേക മതത്തിന്റെ പേരിലാണ് രൂപം കൊണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞാൽ, അതായത് ഈ പാകിസ്ഥാനിലുള്ള ഹിന്ദു, സിന്ധി അല്ലെങ്കിൽ സിഖുകാർ, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ജീനോസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വംശീയമായിട്ട് ഇല്ലാതാക്കാം, വംശത്തോടെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിൽ എന്ത് വന്നു, പേടികൾ വരാൻ തുടങ്ങി. അപ്പൊ ഈ പേടി വരുന്ന സമയത്ത് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് എത്തണം എന്നാണ്. മറിച്ച് ഇന്ത്യയിലുള്ള ഒരുപാട് മുസ്ലിംസിന് എന്തുണ്ടായിരുന്നു ആഗ്രഹം, ഇന്ത്യയിലുണ്ടായിരുന്ന പാകിസ്ഥാനിലേക്ക് പോകണം. കാരണം നമ്മുടെ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപീകരിച്ചു, അത് നമ്മുടെ രാജ്യമാണ്, അപ്പൊ അവിടത്തേക്ക് പോകണം. അപ്പൊ പരസ്പരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങി. ആ ഒരു ചിത്രമാണ് ഞാനിവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഇതിന്റെ ഇടയിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു കലാപം നടക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരെ കലാപകാരികൾക്ക് ഒന്നിച്ച് മുന്നിൽ കിട്ടുകയാണ്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് കലാപം വളരെ അതിന്റെ ഒരു തീവ്ര രൂപത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഈ ഒരു കലാപത്തില് ഏകദേശം 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ മരിക്കുകയും ഏകദേശം 15 ദശലക്ഷത്തോളം ആൾക്കാർ, അതായത് ഏകദേശം 1.5 കോടിയോളം ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്തു. പല സ്ഥലങ്ങളിൽ അവിടേക്കും ഇവിടേക്കൊക്കെ ആവുകയും ചെയ്തു. കാരണം ഈ ഒരു സമയത്ത് അന്ന് ഉള്ള പത്ര റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ട്രെയിനുകളിൽ ആൾക്കാർ കയറും, പക്ഷെ ട്രെയിനുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോഴോ അവിടെ വെറും ഡെഡ് ബോഡികൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു കലാപകാരികൾ അതിൽ കയറും, ട്രെയിനിലുള്ളവരെയൊക്കെ കൊല്ലും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഒരു ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ഇന്ത്യ ഈ ഒരു സമയത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്ന് നടപടി ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു നടപടി വരുന്നതിന് വളരെ ലേറ്റായി. ഇതിനിടയിലൊക്കെ കലാപങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ കുഴപ്പം എന്താ, ആൾക്കാരുടെ ചിന്ത എന്താ, ഞാൻ പാകിസ്ഥാനിലാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഹിന്ദു ആണെങ്കിൽ, ഞാൻ പാകിസ്ഥാനിലാണെങ്കിൽ എന്നെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല, എന്നെ പലതരത്തിൽ ഒറ്റപ്പെടുത്തും, ചിലപ്പോൾ എന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ള പേടിയാണ്. മറിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ പേടി എന്താ, ഞങ്ങൾ മുസ്ലിംസ് ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മേജർ ഹിന്ദുസ് നമ്മളെ കൊല്ലും. കാരണം കലാപം നടക്കുന്ന അങ്ങനെയാണല്ലോ, ഹിന്ദുക്കള് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ 2 ഗവൺമെന്റുകളും ചേർന്നിട്ട്, അതായത് ഇന്ത്യയിലെ നെഹ്റുവും പാകിസ്ഥാനിലെ ലിയാഖത്ത് അലി ഖാനും ചേർന്നിട്ട് 1950 ഒരു പാക്ട്, ഒരു കരാർ ഉടമ്പടി ഒപ്പിട്ടു. ഈ ഉടമ്പടിയിൽ എന്താ പറയുന്നത്, 2 രാജ്യങ്ങളുടെയും മൈനോറിറ്റീസിന്റെ, അതായത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ, അതായത് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗമുള്ള ആൾക്കാർ, അവരിൽ കുറഞ്ഞ മൈനോറിറ്റീസ്, കുറഞ്ഞ അളവിൽ എണ്ണത്തിലുള്ള ആൾക്കാർ, മൈനോറിറ്റീസിന്റെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു പാക്ട് ഒപ്പിട്ടു. അപ്പൊ ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ട് ഒപ്പിട്ടത്. പക്ഷെ ഈ ഒരു പാക്ട് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. കലാപം ചെറുങ്ങനെയും വലിങ്ങനെയും ആയിട്ട് പിന്നെയും പ്രശ്നങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. നമുക്കറിയാം ഈ ഒരു കലാപത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇപ്പോഴും ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ കലാപങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിം ആണെന്ന പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്, ഒന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് റെഡ് ഫോർട്ടിലാണ് നമ്മുടെ പതാക ഉയർത്തിയതെന്ന് ഓർത്തു വെക്കണം, അതായത് ചെങ്കോട്ടയിൽ, അത് ഡൽഹിയിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓർത്തു വെക്കേണ്ടത് കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ, ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം, 1946 ആഗസ്റ്റ് 16. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണെന്ന് ഓർത്ത് വെക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഫെയിലിയറിന്റെ ഭാഗമായിട്ടാണ് അവർ സെപ്പറേറ്റ് രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പൊ അതിനുശേഷം ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? ബംഗാളിലെ നവഖാലിയിലായിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഈ ഒരു സ്ഥലം പ്രധാനപ്പെട്ടതാണ്, കാരണം ചോദിക്കാറുണ്ട് എന്താണ്, അതായത് ഇന്ത്യയിൽ കലാപം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നവഖാലി എന്ന് ഓർത്തു വെക്കണം. അദ്ദേഹം ഏകദേശം 4 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തത് ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതെന്ന് വെച്ചാൽ ഡൽഹി പാക്ട് ആണ്. ഈ കമ്മ്യൂണൽ റൈറ്റ്സിന്റെ അവസാനം എന്ന് പറയുന്നത് ഡൽഹി പാക്ട് ആണ്. പക്ഷെ അതൊരു സക്സസ്ഫുൾ ആയിരുന്നില്ല. എങ്കിലും ആ ഒരു കമ്മ്യൂണൽ റൈറ്റ്സിന്റെ അവസാനം ഡൽഹി പാക്ട് ആണെന്ന് നോക്കാം. അപ്പോൾ ഡൽഹി പാക്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നെഹ്റു, ലിയാഖത്ത് അലി ഖാനാണ് സൈൻ ചെയ്തത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നെഹ്റുവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ലിയാഖത്ത് അലി ഖാനുമാണ് സൈൻ ചെയ്തതെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്ന
ഭാഗത്തുനിന്ന് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ നേരിട്ട പിന്നീടുള്ള 2 പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭരണഘടനയുടെ നിർമ്മാണം നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞു, അതായത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദമായ ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കുന്നതാണ്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 3 ക്ലാസ്സുകളിലായിട്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അത് ഇന്ത്യ നേരിട്ട ഒരു പ്രശ്നമായിരുന്നു, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ എക്കണോമി. അപ്പോൾ അതും നമ്മൾ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് ഇന്ത്യൻ എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ വിദേശ കച്ചവടങ്ങൾ എങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ജോലി എന്തായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, അതായത് റെയിൽവേ, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ. അപ്പോൾ എക്കണോമി പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ, അതായത് ഇത് 1ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു 3 വിഷയങ്ങൾ ഞാനിപ്പോൾ ഓൾറെഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1ാമത്തത് റയട്ട് നമ്മൾ പറഞ്ഞു, അതായത് കലാപം പറഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൾറെഡി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. അതായത് അത് വലിയൊരു പ്രശ്നമാണല്ലോ. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പുതിയതായിട്ട് രൂപം കൊണ്ട ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യയിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് അതിനെയല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓരോ മേഖലയിലും, അതായത് ആ ഒരു സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ അമേരിക്കയിൽ നിന്നൊക്കെ ഗോതമ്പിനെ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ 560ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നാട്ടുരാജ്യങ്ങളെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ നമ്മുടെ രാജ്യത്തിന് വലിയൊരു നഷ്ടം ഉണ്ടായി. നമ്മുടെ മഹാത്മാഗാന്ധിയെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ആ ഒരു സംഭവം, അതിനുശേഷം ഇന്ത്യൻ യൂണിയനിലേക്ക് എങ്ങനെയാണ് മറ്റ് നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തതെന്നും ഏതൊക്കെ രാജ്യങ്ങളാണ് വിട്ടുനിന്നതും അവയെ എങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർത്തതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.